നാം സുവിശേഷം പങ്കുവെക്കുന്നവർ ആയിരിക്കണം. ഒരിക്കൽ നാം യേശുവിനെ നമ്മുടെ ഹൃദയത്തിൽ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചു കഴിയുമ്പോൾ അങ്ങനെയുള്ളവർക്ക് സ്വാഭാവികമായി അവരുടെ ഹൃദയത്തിലുണ്ടാകുന്ന ഒരു ആഗ്രഹമാണ് മറ്റുള്ളവരോട് ഈ സത്യം അറിയിക്കുക എന്നുള്ളത്. യേശു കർത്താവ് തൻ്റെ അന്ത്യനിയോഗത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കൽപ്പന കൂടിയാണ് നാം മറ്റുള്ളവരെ യേശുവിൻ്റെ ശിഷ്യന്മാർ ആക്കി തീർക്കുക എന്നുള്ളത്. മത്തായി എഴുതിയ സുവിശേഷം 28-ാം അധ്യായം 19ഉം 20ഉം വാക്യങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുന്നു: ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ഞാനോ ലോക അവസാനത്തോളം എല്ലാ നാളും നിങ്ങളോടുകൂടി ഉണ്ട് എന്ന് അരുളി ചെയ്തു. അപ്പോൾ യേശുവിൻ്റെ അന്ത്യനിയോഗം, തൻ്റെ ശിഷ്യന്മാർക്ക് താൻ കൊടുത്ത ഗ്രേറ്റ് കമ്മീഷൻ, അതിനകത്ത് ഇതാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളത്തിൽ പകർന്ന് നൽകുമ്പോൾ അതിൻ്റെ വൺ ഓഫ് ദി പർപ്പസസ് ഓഫ് ദി അനോയിൻറ്റിങ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് നാം യേശു കർത്താവിൻ്റെ ശിഷ്യന്മാർ ആയിത്തീരുക, യേശുവിൻ്റെ സാക്ഷികൾ ആയിത്തീരുക. വി ബിക്കം ദി വിറ്റ്നസ്സസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദയിലെല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികൾ ആകും എന്ന് പറഞ്ഞു. ദൈവം നമ്മെക്കുറിച്ച്, തൻ്റെ കർത്താവിൻ്റെ ശിഷ്യന്മാരെക്കുറിച്ച് ഒരു അർത്ഥശങ്കയും നമുക്ക് പാടില്ല. വി ആർ ഹാവിങ് എ പർപ്പസ്. ദ പർപ്പസ് ഈസ് ദാറ്റ് വി ബിക്കം ദ വിറ്റ്നസ്സസ് ഓഫ് ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിൻ്റെ സാക്ഷികൾ ആയിത്തീരണം. അപ്പോൾ ഒരു വ്യക്തി യേശു കർത്താവിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ, അല്ലെ യേശുവിനെ തൻ്റെ കർത്താവിന് ഇഷ്ടമായി സ്വീകരിക്കുന്ന ആ ഒരു പ്രോസസ്സിൽ അവൻ്റെ ലൈഫിൽ സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊരു ബോധ്യം ഉണ്ടാകണം. പിതാവായ ദൈവമാണ് ഒരു വ്യക്തിയെ കർത്താവിങ്കിലേക്ക് ആകർഷിക്കുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 44-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: എന്നെ അയച്ച പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും എൻ്റെ അടുക്കൽ വരുവാൻ കഴിയില്ല. പിതാവായ ദൈവം സകല മനുഷ്യരെയും യേശുവിങ്കിലേക്ക് ആകർഷിക്കുകയാണ്. അപ്പോൾ പിതാവ് ആകർഷിച്ചിട്ടാണ് ഒരു വ്യക്തി നമ്മളുമായിട്ടുള്ള കണക്ഷനിലേക്ക് എത്തിച്ചേരുന്നത്. അപ്പോൾ ഒരു വ്യക്തിയോട് നാം സുവിശേഷം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അതിന് മുന്നേ നാം അറിയേണ്ടത് ആ വ്യക്തിയുടെ മേൽ പിതാവായ ദൈവത്തിൻ്റെ ഒരു ആകർഷണമുണ്ട്. സകല മനുഷ്യരും രക്ഷ പ്രാപിക്കണം, ക്രിസ്തുവിനെ തങ്ങളുടെ കർത്താവിന് ഇഷ്ടമായി സ്വീകരിക്കണം എന്ന് പിതാവായ ദൈവം ആഗ്രഹിക്കുന്നു. രണ്ടാമത്, ഒരു വ്യക്തിയുടെ ഹൃദയം എപ്രകാരമാണ് തുറക്കപ്പെടുന്നത്? ഈ സുവിശേഷം റിസീവ് ചെയ്യുവാനായിട്ട് ഒരു വ്യക്തിയുടെ ആത്മാവ്, അല്ലെ തൻ്റെ ഹൃദയം തുറക്കപ്പെടുന്നത് യേശു കർത്താവാണ് അവരുടെ ഹൃദയം തുറക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായം 14-ാം വാക്യത്തിൽ ലുദിയ എന്ന് പറയുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് ഇപ്രകാരം നാം വായിക്കുന്നു: തുയത്തൊര പട്ടണക്കാരത്തിയും രക്താംബരം വിൽക്കുന്നവളുമായ ലുദിയ എന്നു പേരുള്ള ദൈവഭക്തയായൊരു സ്ത്രീ കേട്ടുകൊണ്ടിരുന്നു. പൗലോസ് സംസാരിച്ചത് ശ്രദ്ധിക്കേണ്ടതിന് കർത്താവ് അവളുടെ ഹൃദയം തുറന്നു. പൗലോസ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശു കർത്താവ് ഈ സഹോദരിയുടെ ഹൃദയത്തെ തുറക്കുകയാണ്. ഈ സുവിശേഷം ശ്രദ്ധിക്കുന്നതിന്, ആ സുവിശേഷം ഹൃദയത്തിലോട്ട് റിസീവ് ചെയ്യുവാനായിട്ട് ഈ ലുദിയയുടെ ഹൃദയം കർത്താവ് തുറക്കുകയാണ്. രണ്ടാമത്, നമ്മുടെ മനസ്സ്, നമ്മുടെ ബുദ്ധി തുറക്കപ്പെടണം. പലരുടെയും മനസ്സുകൾ അടഞ്ഞിരിക്കുക. എന്നാൽ ആ മനസ്സ് തുറക്കപ്പെടുന്നത് അതിൻ്റെ പിന്നിലും യേശു കർത്താവാണ്. നാം സുവിശേഷം പറയുമ്പോൾ ആ വ്യക്തിയുടെ ബുദ്ധി ഈ സുവിശേഷം മനസ്സിലാകുവാനായിട്ട്, ഗ്രഹിക്കുവാനായിട്ട് അത് തുറക്കണം. ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാം അധ്യായം 45-ാം വാക്യത്തിൽ തിരുവെഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് അവരുടെ ബുദ്ധിയെ തുറന്നു. അത് യേശുവാണ് തുറന്നത്. തിരുവെഴുത്തുകളെ പലർക്കും മനസ്സിലാകുന്നില്ല, വചനം മനസ്സിലാകുന്നില്ല. എന്നാൽ നാം സുവിശേഷം ആൾക്കാരോട് പറയുമ്പോൾ അവർക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ അവരുടെ ബുദ്ധിയെ
കർത്താവ് തുറക്കുന്നു. അപ്പോൾ പിതാവായ ദൈവം അവരെ ആകർഷിക്കുന്നു. കർത്താവായ യേശുക്രിസ്തു അവരുടെ ഹൃദയത്തെ തുറക്കുന്നു. കർത്താവ് അവരുടെ മനസ്സിനെ തുറക്കുന്നു. പിന്നീട് നാം കർത്താവിനെ സാക്ഷിക്കുമ്പോൾ നാം ഒറ്റയ്ക്കല്ല ഈ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത്. നമ്മുടെ കൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും ആ വ്യക്തിയോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 26-27 വാക്യങ്ങളിൽ, ഞാൻ പിതാവിൻ്റെ അടുക്കൽ നിന്ന് നിങ്ങൾക്ക് അയപ്പാനുള്ള കാര്യസ്ഥനായി പിതാവിൻ്റെ അടുക്കൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവ് വരുമ്പോൾ അവൻ എന്നെക്കുറിച്ച് സാക്ഷ്യം പറയും. നിങ്ങളും ആദ്യം മുതൽ എന്നോടുകൂടെ ഇരിക്കൊണ്ട് സാക്ഷ്യം പറയും. പരിശുദ്ധാത്മാവ് ഈ വ്യക്തിയോട് കർത്താവിനെക്കുറിച്ച് ടെസ്റ്റിഫൈ ചെയ്യും, സാക്ഷ്യം പറയും. എന്നാൽ പരിശുദ്ധാത്മാവ് മാത്രമല്ല ചെയ്യുന്നത്, പിന്നെയോ നാമും അതിനോടൊപ്പം സാക്ഷ്യം പറയുകയാണ്. അപ്പോൾ പരിശുദ്ധാത്മാവിന് സംസാരിക്കുവാനുള്ള ഒരു ശബ്ദമാണ് നമ്മുടെ ശബ്ദം, നമ്മുടെ ജഡം, നമ്മുടെ ഈ ശരീരത്തെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഏറ്റെടുത്തിട്ട് നാം സംസാരിക്കുമ്പോൾ നാം മാത്രമല്ല സംസാരിക്കുന്നത്, പിന്നെയോ നമ്മുടെ ശബ്ദത്തെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിനെ അവർക്ക് കൂടുതൽ വീണ്ടും വീണ്ടും അതിനെ ആവർത്തിച്ച് ടെസ്റ്റിഫൈ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ഈ സുവിശേഷം പങ്കുവയ്ക്കുന്ന ആ പ്രോസസ്സിൽ അല്ലെങ്കിൽ ശുശ്രൂഷയിൽ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കർത്താവായ യേശുവിനെ അവർ ഹൃദയത്തിൽ കർത്താവ് രക്ഷിതാവായി സ്വീകരിക്കുന്ന ആ പ്രക്രിയയിൽ നാം ഏകരല്ല, പിന്നെയോ പിതാവായ ദൈവം ആ വ്യക്തിയെ യേശുവിലേക്ക് സ്വാഗതം ചെയ്യുന്നു. യേശു കർത്താവ് അവരുടെ ഹൃദയത്തെയും അവരുടെ മനസ്സിനെയും തുറക്കുന്നു. പരിശുദ്ധാത്മാവ് നമ്മളുടെ ശബ്ദത്തെ ഉപയോഗിച്ച് അവരോട് സാക്ഷിച്ചുകൊണ്ടേ ഇരിക്കുന്നു. ഈ ഒരു മിനിസ്ട്രി നാം ചെയ്യുമ്പോൾ, അല്ല ഈ ഒരു സർവീസ് നാം ജനത്തിന് വേണ്ടി ചെയ്യുമ്പോൾ, നാം പരിശുദ്ധാത്മാവിനോട് യോജിച്ച് വേണം മൂവ് ചെയ്യാൻ. വി നീഡ് ടു മൂവ് ഇൻ സ്റ്റെപ്പ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്. അപ്പോൾ പരിശുദ്ധാത്മാവ് എന്താണ് ആ വ്യക്തിയുടെ ജീവിതത്തിൽ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്, പരിശുദ്ധാത്മാവ് എന്താണ് ഈ വ്യക്തിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്, അതിനെക്കുറിച്ച് നാം ഒരു ബോധ്യവും വേണം. ആ പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പിനനുസരിച്ച് വേണം നാം മുന്നോട്ട് പോകുവാൻ. പരിശുദ്ധാത്മാവാണ് നമ്മളോട് പറയുന്നത് ആരോട് പറയണം, എന്തു പറയണം, എപ്പോൾ പറയണം, എപ്പോൾ നാം പറയാതിരിക്കണം, അല്ലെ നമ്മൾ വേറെ എന്താണ് ആ വ്യക്തിയോട് ചെയ്യേണ്ടത്. ചിലപ്പോൾ ആ വ്യക്തിയുടെ കൂടെ നാം കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുന്നതായിരിക്കും ആ പോയിന്റ് ഓഫ് ടൈമിൽ ആവശ്യമായിട്ടിരിക്കുന്നത്. ചിലപ്പോൾ ആ വ്യക്തിക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുന്നതായിരിക്കും. അങ്ങനെ ആത്മാവിൻ്റെ നടത്തിപ്പിനനുസരിച്ച് വേണം നാം ഈ സുവിശേഷം പങ്കുവയ്ക്കുവാൻ. അപ്പോൾ പരിശുദ്ധാത്മാവ് എന്താണ് ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, അതിനെക്കുറിച്ചുള്ള അറിവ് നമുക്ക് ഉണ്ടാകണം. പരിശുദ്ധാത്മാവ് ചെയ്യുന്ന പ്രവൃത്തി എന്താണ്? യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 14-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു, അവൻ എനിക്കുള്ളതിൽ നിന്ന് എടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തരുന്നത് കൊണ്ട് എന്നെ മഹത്വപ്പെടുത്തും. ഹീ വിൽ ഗ്ലോറിഫൈ മീ. അപ്പോൾ പരിശുദ്ധാത്മാവ് ചെയ്യുന്നത് യേശു കർത്താവിനെ മഹത്വപ്പെടുത്തുക. നാം മറ്റുള്ളവരുമായിട്ട് സുവിശേഷം പങ്കുവയ്ക്കുവാനായിട്ടുള്ള ആഗ്രഹിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ചെയ്യുന്ന പ്രവൃത്തി തന്നെ നാമും ചെയ്യണം. യേശുവിനെ മഹത്വപ്പെടുത്തുക, യേശുവിനെ ഉയർത്തുക. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 32-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു, ഞാനോ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ടാൽ എല്ലാവരെയും എങ്കിലേക്ക് ആകർഷിക്കും എന്നുത്തരം പറഞ്ഞു. 2000 വർഷങ്ങൾക്ക് മുൻപ് യേശുക്രിസ്തുവിനെ ഭൂമിയിൽ ഉയർത്തിയതാണ്. എന്നാൽ ഇന്ന് മറ്റുള്ളവരുടെ ഹൃദയങ്ങളിൽ, മറ്റുള്ളവരുടെ മനസ്സുകളിൽ, മറ്റുള്ളവരുടെ മുൻപിൽ നാം യേശുവിനെ ഉയർത്തിയാൽ അപ്പോൾ യേശു കർത്താവ് ആ വ്യക്തിയെ തന്നിലേക്ക് ആകർഷിക്കും. അപ്പോൾ യേശുവിനെ മഹത്വപ്പെടുത്തുക. യേശുവിനെ മഹത്വപ്പെടുത്തുക എന്ന് പറയുമ്പോൾ എന്താ? യേശുവിൻ്റെ വ്യത്യസ്തത, യേശുവിൻ്റെ നിസ്തുല്യത, യേശുവിൻ്റെ യുണീക്നെസ് നാം മറ്റുള്ളവരുമായിട്ടുള്ള സംസാരത്തിൽ, നമ്മുടെ ഭാഷയിൽ അത് നാം കൊണ്ടുവരണം. നമ്മുടെ വർത്തമാനത്തിൽ നാം സംസാരിക്കുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ വ്യത്യസ്തത, മറ്റുള്ളവരിൽ നിന്നുള്ള യേശുവിൻ്റെ വ്യത്യസ്തതയെക്കുറിച്ച് നാം പറയണം. യേശുവിൻ്റെ ജനനത്തിൻ്റെ വ്യത്യസ്തത എന്താണ്? യേശുവിൻ്റെ ജനനത്തിൻ്റെ പ്രത്യേകത, യേശു ക്രിസ്തു മാത്രമാണ് ലോക ചരിത്രത്തിൽ കന്യകയിൽ ജനിച്ച വ്യക്തി. കന്യക ഗർഭം ധരിച്ച് ഒരു മനുഷ്യനെ പ്രസവിച്ചത് യേശുവിൻ്റെ ജനനത്തിലാണ്.
അപ്പോൾ യേശുവിൻ്റെ ജനനത്തിൻ്റെ വ്യത്യസ്തത യേശു കന്യകയിൽ ജനിച്ചു എന്നുള്ളതാണ്. യേശുവിൻ്റെ ജീവിതത്തിൻ്റെ വ്യത്യസ്തത എന്താണ്? ലോക ചരിത്രത്തിൽ ആർക്കും സംഭവിച്ചിട്ടില്ലാത്ത ഒരു ജീവിതമാണ് യേശു ജീവിച്ചത്. ആ ജീവിതത്തിൻ്റെ പ്രത്യേകത യേശു ക്രിസ്തുവിൽ മാത്രമാണ്. ഇപ്രകാരം പറഞ്ഞിരിക്കുന്നത്, അവനിൽ പാപമില്ല. ലോക ചരിത്രത്തിൽ പാപം ചെയ്തിട്ടില്ലാത്ത ഒരേ ഒരു മനുഷ്യനെ ജീവിച്ചിട്ടുള്ളൂ, അത് യേശു ക്രിസ്തുവാണ്. യേശുവിൻ്റെ മരണത്തിൻ്റെ വ്യത്യസ്തത, യേശു തന്നെയാണ് തൻ്റെ ആത്മാവിനെ തൻ്റെ ശരീരത്തിൽ നിന്ന് പറഞ്ഞയക്കുന്നത്. ലോക ചരിത്രത്തിൽ അങ്ങനെ ഒരു മരണം സംഭവിച്ചിട്ടില്ല. സകലതും നിവൃത്തിയായി. സകലതും ദൈവം മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിയോഗിച്ച സകല നിബന്ധനകളും തൻ്റെ ജീവിതത്തിൽ നിവൃത്തിയായപ്പോൾ പാപം ചെയ്യാതെ ജീവിച്ചു, രക്തം ചിന്തി. അപ്പോൾ യേശു പറയുകയാണ്, പിതാവേ, എൻ്റെ ആത്മാവിനെ ഞാൻ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഹി ഹിംസെൽഫ് ഗേവ് അപ്പ് ഹിസ് സ്പിരിറ്റ്. മാത്രമല്ല, ഈ മരണം യേശുവിനെ പിടിച്ചു വെക്കുന്നത് അസാധ്യമായിരുന്നു. യേശുവിൻ്റെ മരണത്തിൽ നിന്ന്, യേശു തൻ്റെ മരണത്തിൽ താൻ നമ്മുടെ പാപങ്ങളുടെ പ്രായശ്ചിത്തമായി താൻ മരിച്ചു. എന്നാൽ പാപമില്ലാത്ത വ്യക്തി ആയിരുന്നത് കൊണ്ട് മരണത്തിന് യേശുവിനെ പിടിച്ചു വയ്ക്കുന്നത് അസാധ്യമായിരുന്നു. 3 നാൾ കഴിഞ്ഞ് യേശു ഉയർത്തെഴുന്നേറ്റ് ഇന്ന് ജീവിക്കുന്നു. അപ്പോൾ ഇതാണ് യേശു ക്രിസ്തുവിൻ്റെ യുണീക്നെസ്, യേശുവിൻ്റെ വ്യത്യസ്തത. അവനൊരു കന്യകയിൽ ഉരുവായി, അവൻ പാപമില്ലാതെ ജീവിച്ചു, അവൻ നമ്മുടെ പാപങ്ങളുടെ പ്രായശ്ചിത്തമായി തൻ്റെ ആത്മാവിനെ നൽകി. മാത്രമല്ല, അവൻ ഇന്ന് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. അപ്പോൾ ഇതാണ് പരിശുദ്ധാത്മാവ് യേശുവിനെ ഉയർത്തുമ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ചെയ്യുന്നത്. ഈ ഒരു പരിജ്ഞാനം നമുക്ക് ദൈവം വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. ഈ പരിജ്ഞാനം മറ്റുള്ളവരിലേക്ക് നാം പങ്കുവെക്കുമ്പോൾ അവിടെ യേശു കർത്താവ് അവരുടെ ലൈഫിൽ ഉയർത്തപ്പെടുന്നു. അപ്പോൾ അവർക്ക് ഒരു തീരുമാനമെടുക്കുവാൻ അത് അവരെ കൊണ്ട് സാധ്യമായി തീരുന്നു. യേശുവിനെ ഉയർത്തുക. രണ്ടാമത് പരിശുദ്ധാത്മാവ് മറ്റുള്ളവരുടെ ജീവിതത്തിൽ ചെയ്യുന്നത്, യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 8-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു, അവൻ വന്ന് പാപത്തെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. മനുഷ്യന്റെ പാപത്തെക്കുറിച്ചുള്ള ബോധം. രണ്ടാമത്, ദൈവസന്നിധിയിൽ എപ്രകാരമാണ് നീതി ലഭിക്കുക. രക്തം ചിരിഞ്ഞിട്ടല്ലാതെ ക്ഷമയില്ല. ദൈവത്തിൻ്റെ നീതി എന്ന് പറയുന്നത് കുറ്റമില്ലാത്ത ഒരു രക്തം, ഒരു മനുഷ്യൻ്റെ രക്തം നമുക്ക് പകരമായി ചൊരിയപ്പെടുന്നത് വഴിയാണ്. ആ രക്തത്തിൽ നാം ആശ്രയിക്കുമ്പോഴാണ് ഈ നീതി നമുക്ക് ലഭിക്കുന്നത്. മാത്രമല്ല, ദൈവത്തിൻ്റെ ന്യായവിധി, നാം പാപക്ഷമ ലഭിക്കാതെ, അല്ലെ യേശുവിനെ നമ്മുടെ ഹൃദയത്തിൽ കർത്താവിന് ഇഷ്ടമായി സ്വീകരിക്കാതെ നാം മരിച്ചുപോയാൽ ദൈവത്തിൻ്റെ ന്യായവിധി അല്ലെങ്കിൽ പാപം മൂലം നാം നരകത്തിൽ അകപ്പെട്ടു പോകും. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ബോധം നാം മറ്റുള്ളവർക്ക് വരുത്തണം. പരിശുദ്ധാത്മാവ് അവൻ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും എന്ന് പറയുമ്പോൾ നമ്മളുടെ കമ്മ്യൂണിക്കേഷനിൽ നാം ഈ കാര്യങ്ങൾ ഫോക്കസ് ചെയ്യണം. ഒന്ന്, നാം യേശുവിനെ ഉയർത്തണം. യേശുവിൻ്റെ നിസ്തുല്യത, യേശുവിൻ്റെ വ്യത്യസ്തത മറ്റുള്ളവർക്ക് നാം പറഞ്ഞു കൊടുക്കണം. അവൻ പല വഴികളിൽ ഒന്നല്ല, പല രക്ഷകന്മാരിൽ ഒരു രക്ഷകനല്ല. പിന്നെയോ മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല എന്ന് അപ്പോസ്തല പ്രവൃത്തികൾ 4-ാം അധ്യായം 12-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. എന്തുകൊണ്ടാണ് അപ്രകാരം യേശു മാത്രം വഴി എന്ന് പറയുന്നത്? കാരണം യേശു മാത്രമേ ഉള്ളൂ പാപം ചെയ്യാതെ ജീവിച്ച് ദൈവത്തിന് പ്രസാദകരമായ രീതിയിൽ ജീവിച്ച് തൻ്റെ രക്തം ചിന്തിയുള്ളൂ. അതുകൊണ്ടാണ് യേശു വ്യത്യസ്തനായിരിക്കുന്നത്. അപ്പോൾ യേശുവിനെ ഉയർത്തുക. രണ്ടാമത്, പരിശുദ്ധാത്മാവ് ചെയ്യുന്ന കാര്യം പാപത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ നീതിയെക്കുറിച്ചും ദൈവത്തിൻ്റെ ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. അപ്പോൾ ഈ ഒരു ശുശ്രൂഷ നാം ചെയ്യുമ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ദൈവം നൽകുന്നു. അതാണ് നാം ശക്തി ലഭിക്കുക എന്ന് പറയുന്നത്. നാം ദൈവത്തിൻ്റെ അഭിഷേകത്തിലാണ് ഇത് ചെയ്യേണ്ടത്. രണ്ടാമത്, നമുക്ക് വേണ്ട ഒരു കാര്യം ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അഭിഷേകം വേണം. രണ്ടാമത്, ദൈവത്തിൻ്റെ ജ്ഞാനം വേണം. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 28-ാം വാക്യത്തിൽ ഇപ്രകാരം നാം വായിക്കുന്നു, അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന് ഏതു മനുഷ്യനെയും പ്രബോധിപ്പിക്കുകയും ഏതു മനുഷ്യനോടും സകല ജ്ഞാനത്തോടും കൂടെ ഉപദേശിക്കുകയും ചെയ്യും. അപ്പോൾ നാം കർത്താവിനെ അറിയിക്കുന്നതിൽ നമുക്ക് ആത്മാവിൻ്റെ അഭിഷേകത്തോടൊപ്പം നമുക്ക് വേണ്ടത് ദൈവത്തിൻ്റെ സകലവിധമായിട്ടുള്ള ജ്ഞാനവും വേണം. അപ്പോൾ ജ്ഞാനവും അഭിഷേകവും ദൈവം നമുക്ക് നൽകുന്നു. ചോദിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് ലഭിക്കും,
ദൈവത്തിൻ്റെ ജ്ഞാനം വേണമോ? നാം ദൈവത്തോട് ചോദിക്കണം. കർത്താവേ, എനിക്ക് അങ്ങയുടെ ജ്ഞാനം വേണം. കർത്താവിനെ അങ്ങേ പരിചയപ്പെടുത്തുന്നതിൽ സുവിശേഷം പറയുവാൻ എനിക്ക് ജ്ഞാനം വേണം. ജ്ഞാനമാണ് നമ്മളിലുള്ള അറിവ് എപ്രകാരമാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ള അറിവ് നമുക്ക് നൽകുന്നത്. വിസ്ഡം ഇസ് ദ നോളജ് ഓഫ് യൂസിങ് ദ നോളജ്. നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന വെളിപ്പാടുകൾ എപ്പോൾ പറയണം, ഏത് രീതിയിൽ പറയണം, എപ്പോൾ നിർത്തണം, എപ്പോൾ നാം ആരോട് പറയണം, എന്തു പറയണം, എപ്പോൾ പറയണം, എപ്പോൾ വെൻ വി ഷുഡ് സ്റ്റോപ്പ് സ്പീക്കിംഗ്, ഇതെല്ലാം നൽകുന്നത് ദൈവത്തിൻ്റെ ജ്ഞാനമാണ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് ആവശ്യമാണ് ഈ സുവിശേഷം പങ്കുവെക്കുന്നതിൽ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം, ദൈവത്തിൻ്റെ ജ്ഞാനം. നാം ഏകരല്ല, നാം ഒറ്റയ്ക്കല്ല ഈ ശുശ്രൂഷ ചെയ്യുന്നത്. പിതാവായ ദൈവം, പുത്രനായ യേശു ക്രിസ്തു, പരിശുദ്ധാത്മാവായ ദൈവം. നാം സാക്ഷിക്കുമ്പോൾ നമ്മുടെ ശബ്ദത്തെ ഉപയോഗിച്ച് പരിശുദ്ധാത്മാവ് ഇവരോട് തുടർന്നും ടെസ്റ്റിഫൈ ചെയ്തുകൊണ്ട് ഇരിക്കും. അപ്പോൾ ഇതിനു വേണ്ടി നമ്മുടെ ജീവിതത്തെ നമുക്ക് സമർപ്പിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.